പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. പരീക്ഷകളിലൊക്കെ വളരെയധികം ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കേൾക്കുക. നമ്മൾക്ക് ഇന്നത്തെ വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇതിൽ രണ്ട് ടേമുകളാണ് ഉള്ളത്. ഒന്ന് മാർക്കറ്റിംഗ്, ഒന്ന് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് മാർക്കറ്റ്, അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഒരു മാർക്കറ്റിനെ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോസസ്സ് ഇഫക്റ്റീവായിട്ട് നടക്കുന്ന മാനേജ്മെന്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് പ്രോസസ്സ് മാനേജ് ചെയ്യാം, അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോകാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതിന് മുമ്പായിട്ട് എന്താണ് മാർക്കറ്റ് എന്ന് നമ്മൾ നോക്കാം. മാർക്കറ്റ് എന്ന വേർഡ് ലാറ്റിൻ വേർഡിൽ നിന്നാണ്, മാർക്കറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തത്. ദ വേർഡ് മാർക്കറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മാർക്കറ്റസ്, വിച്ച് മീൻസ് എ പ്ലേസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒരു പ്ലേസ്, മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ്. ബിസിനസിന്റെ ഒരു പ്ലേസിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് മാർക്കറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായത്. ഇറ്റ് ഈസ് എ ലൊക്കേഷൻ വെയർ ബയർ ആൻഡ് സെല്ലർ ഓഫ് ഗുഡ്സ് അസംബിൾ ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച്. ഇപ്പൊ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പറഞ്ഞു, ഇറ്റ് ഈസ് എ ലൊക്കേഷൻ ഓർ ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ വാട്ട് പർപ്പസ്? ദ ബയർ ആൻഡ് സെല്ലർ ഓഫ് ഗുഡ്സ് അസംബിൾ ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച്. ബയറും സെല്ലറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്. അവിടെ ബയർ ഈ പറയുന്ന ഗുഡ്സ് സെല്ലറിൽ നിന്നും ബയർ ആ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ സ്ഥലത്തെയാണ്, ആ ഒരു ലൊക്കേഷനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, therefore market refers to a place. ഒരു സാധാരണ ഒരു പ്ലേസ് ആണ്. ഈ പറയുന്ന സാധന സേവനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ആ ഒരു സ്ഥലത്തെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. മാർക്കറ്റിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ മാർക്കറ്റിംഗ് പഴയ രീതിയിൽ ഒരു നാരോ സെൻസിലായിരുന്നു നമ്മൾ മാർക്കറ്റിങ്ങിനെ വീക്ഷിച്ചിരുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിന് ഒരുപാട് തരത്തിലുള്ള ഡെഫിനിഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഡെഫിനിഷൻ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻ, രണ്ടാമത്തെ കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ, ദെൻ തേർഡ് വൺ ദ മോഡേൺ ഡെഫിനിഷൻ, ദാറ്റ് മീൻസ് വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ. അപ്പൊ അങ്ങനെ മൂന്ന് തരത്തിൽ നമ്മൾക്ക് ഈ ഒരു ഡെഫിനിഷൻ, ഈ മൂന്ന് തരം കാലഘട്ടത്തിലും ആ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് ഓരോ തലങ്ങളിലായിട്ടാണ്. അപ്പോൾ ഇൻ ഓൾഡൻ ഡേയ്സ് മാർക്കറ്റിങ്ങിനെ ഒരു നാരോ സെൻസിലായിരുന്നു അവിടെ മീൻ ചെയ്തത്. അതായത് സാധാരണ രീതിയിൽ ഗുഡ്സോ സർവീസസോ ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് മൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സാധാരണ രീതിയിൽ പഴയ കാലഘട്ടത്തിൽ പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് മൂവിങ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കസ്റ്റമർ. പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് സർവീസ് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സാധാരണ രീതിയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻ ആണ്. അപ്പോൾ മാർക്കറ്റിന് ഒരുപാട് തരത്തിൽ ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം പഴയ കാലഘട്ടത്തിൽ മാർക്കറ്റിംഗ് സിംപ്ലി മീൻസ് ഇറ്റ്സ് എ ബിസിനസ് ഓഫ് മൂവിങ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കസ്റ്റമർ ആണ്. ഓക്കെ, മീറ്റിംഗ് കസ്റ്റമേഴ്സ് നീഡ് പ്രോഫിറ്റബിളി. ഇതാണ് ഏറ്റവും സിമ്പിളായ, ഏറ്റവും ഷോർട്ടായ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ. എന്താ? മീറ്റിംഗ് കസ്റ്റമേഴ്സ് നീഡ്സ് പ്രോഫിറ്റബിലി, അതായത് കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുക, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഏറ്റവും ഇഫക്റ്റീവായി ഏറ്റവും പ്രോഫിറ്റബിൾ മാനറിൽ കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. In short, marketing concerned with the satisfying customer needs and wants. The ultimate goal of marketing is customer satisfaction. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ തലത്തിലേക്ക് പോയി, ഇത് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനേഷനിലേക്ക് മാറാൻ പോവുകയാണ്. എന്താ ഇവിടെ പറയുന്നത്? മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാണ്ട്സ്.
ഒരു കസ്റ്റമറുടെ നീഡും അദ്ദേഹത്തിന്റെ വാണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മാർക്കറ്റിംഗ് ഈസ്, ഒരു മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ ഗോൾ എന്ന് പറയുന്നത് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ ആയിട്ട് പറയുന്നത്. ദെൻ നമുക്ക് ഓരോ ഡെഫിനിഷൻ ആയിട്ട് നോക്കാം. അതിൽ ചില ഡെഫിനിഷൻ, പ്രധാനപ്പെട്ട ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻ ഞാൻ കോട്ട് ചെയ്യാം. അതിലിപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻ ആണ്. ഒരു പഴയ നാരോ സെൻസിലാണ്. നാരോ സെൻസിൽ എന്താണ് പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷനിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ദ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രോം പ്രൊഡ്യൂസർ ടു കസ്റ്റമർ ഓർ കൺസ്യൂമർ യൂസർ. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ഓറിയന്റഡിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സിംപിളി ഈ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കസ്റ്റമർ ആണ്. അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് അത് ആ ഒരു സാധന സേവനങ്ങളിലുള്ള ആ ഒരു ഫ്ലോ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവിങ് പ്രോസസ്സിനെയാണ് സാധാരണയിൽ മാർക്കറ്റിംഗ് എന്ന് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പൊ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ആണ് ഈ ഡെഫിനിഷൻ തന്നത്. ഈ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. The performance of business activities that direct the flow of goods and services from producers to consumer. Okay. Then second ലെവലിലേക്ക് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ മാർക്കറ്റിംഗ് സെക്കൻഡ് ലെവൽ മീൻസ് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ. കുറച്ചും കൂടി മോഡൽ തട്ടിലേക്ക് പോകാൻ തുടങ്ങി. കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ദ ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ്, അവർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷനിൽ എന്താണ് അവർ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. Marketing is the management process responsible for identifying, anticipating and satisfying consumer requirement profitability. അതായത് ഇവിടെ നമ്മൾ കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ ആണിത്. ഇവിടെ പറയുന്നത് സിംപിളി ഒരു ഗുഡ്സും സർവീസും ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമല്ല മാർക്കറ്റിംഗ്. പിന്നെ എന്താണ് മാർക്കറ്റിംഗ് ഇസ് എ മാനേജ്മെന്റ് പ്രോസസ്. അതൊരു മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. റെസ്പോൺസിബിൾ ഫോർ ഐഡന്റിഫൈയിങ്, റെസ്പോൺസിബിൾ ഫോർ നമ്മളുടെ മാനേജ്മെന്റിന്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അവിടെ എന്താ നടത്തുന്നത്? റെസ്പോൺസിബിൾ ഫോർ ഐഡന്റിഫൈയിങ്, ഐഡന്റിഫൈ ചെയ്യുക, ആന്റിസിപ്പേറ്റ് ചെയ്യുക, ആൻഡ് സാറ്റിസ്ഫൈയിങ് കൺസ്യൂമർ റിക്വയർമെന്റ് പ്രോഫിറ്റബിലിറ്റി. ഒരു കൺസ്യൂമറുടെ ആവശ്യങ്ങൾ എന്താണ് ഐഡന്റിഫൈ ചെയ്യുക, അത് ആന്റിസിപ്പേറ്റ് ചെയ്യുക, അതുവഴി ആ കൺസ്യൂമറുടെ നീഡ്സും വാണ്ടും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഏറ്റവും ഇഫക്റ്റീവായ പ്രോഫിറ്റബിലിറ്റിയിലൂടെ അല്ലെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഒരു കൺസ്യൂമറുടെ നീഡും വാണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിനെയാണ് രണ്ടാമത്തെ ഘട്ടമായ കസ്റ്റമർ ഓറിയന്റഡിൽ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ അടുത്തത് പോകുന്നത് നമ്മുടെ ഏറ്റവും മോഡേൺ ഡെഫിനിഷനിലേക്കാണ്, അല്ലെങ്കിൽ വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഈ പറയുന്നത് കൂടി ഉൾപ്പെടുന്നതാണ് മോഡേൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഓൾഡൻ ഡെഫിനിഷനിൽ പറയുന്നത് സിംപ്ലി മൂവിങ് ഓഫ് ഗുഡ്സ് ഫ്രം കൺസ്യൂമർ ടു പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു നമ്മളുടെ കസ്റ്റമർ ഓറിയന്റഡിൽ നമുക്ക് കുറച്ചും കൂടി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുകളിലെ തട്ടിൽ ഏറ്റവും ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആ ഒരു ഡെഫിനിഷനാണ് മോഡേൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻ അഡീഷൻ വേറെ എന്തൊക്കെ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതെന്തൊക്കെയാണ് നോക്കാം. അപ്പം ഇൻ 2005 ദ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻ മാർക്കറ്റിംഗ്. മോഡേൺ വേൾഡിൽ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ നിർവചനത്തിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. An organizational function and set of process for creating, communicating and delivering value to customers and managing customer relationship in way that benefit the organization and its stakeholders. അപ്പൊ ഇവിടെ ഒരു വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ ആണ്. ഇവിടെ ഒരു മോഡേൺ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ ആണ്. അതിൽ ഒരുപാട് സെറ്റ് ഓഫ് പ്രോസസ് ഉൾപ്പെടുന്നു. സെറ്റ് ഓഫ് പ്രോസസ് ഈ പറയുന്ന ജസ്റ്റ് ട്രാൻസ്ഫർ മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇന്റർ റിലേറ്റഡ് ചെയ്ത പ്രോസസ്സുകളൊക്കെ ഉൾപ്പെടുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരുന്നു? ക്രിയേറ്റിംഗ്,
കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ വാല്യൂ നമ്മൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഡെലിവറി കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഫക്റ്റീവായ വാല്യൂ നമ്മൾ ഡെലിവറി ചെയ്യുക. അതേപോലെ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അവരുടെ ക്രിയേറ്റിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് അവർ പറയുന്ന കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ അല്ലെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും ഇഫക്റ്റീവായ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുക, അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് അവയർനെസ് കൊടുക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുവഴി ഓർഗനൈസേഷന് ഏറ്റവും നല്ല രീതിയിൽ അതുവഴി ഓർഗനൈസേഷന് ബെനിഫിറ്റ് കിട്ടുകയും അതുപോലെ തന്നെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഓർഗനൈസേഷനുമായി ചുറ്റപ്പെടുത്തി കിടക്കുന്ന ഒരുപാട് പേഴ്സൺസ് ഉണ്ട്, അവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഓർഗനൈസേഷനും ഇതുവഴി ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മോഡേൺ വേൾഡിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് മാത്രമല്ല, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ ടു കസ്റ്റമേഴ്സ് ആൻഡ് ഫോർ മാനേജിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനേജിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പൊ കസ്റ്റമർ ആണ് ഇവിടെയെല്ലാം കസ്റ്റമറുടെ നീഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സിനെയാണ്, ഓർഗനൈസേഷണൽ ഫംഗ്ഷനെയാണ് മോഡേൺ വേൾഡിൽ മാർക്കറ്റിംഗ് എന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ നാച്ചർ ഓഫ് മാർക്കറ്റിംഗ് ഓർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് മീൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു കസ്റ്റമർ വാണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ നീഡ് അല്ലെങ്കിൽ വാണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, അതാണ് മാർക്കറ്റിംഗ് എന്ന് അർത്ഥമാക്കുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മാർക്കറ്റിംഗിന് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. ഇതിങ്ങനെയോ ഇനി ചെയ്യുന്നതല്ല, ഇതിനൊരു പ്രീ ഡിറ്റർമൈൻഡ് നേരത്തെ സെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. ദെൻ മാർക്കറ്റിംഗ് ഡീൽസ് വിത്ത് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. മാർക്കറ്റിംഗിൽ എന്തൊക്കെയുണ്ട്? പ്രോഡക്റ്റ് ഉണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ നമുക്ക് പ്രൈസ് ചെയ്യാം, പ്രൈസിങ്, ഈ പറയുന്ന ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓർ ഇന്റർ റിലേറ്റഡ് പ്രോസസ് കൂടിച്ചേരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഇസ് ദ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലേസ് യൂട്ടിലിറ്റി. നമ്മൾ ഈ പറഞ്ഞ യൂട്ടിലിറ്റീസ് ഒക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റോറേജ് യൂട്ടിലിറ്റീസ്, ഈ പറഞ്ഞ യൂട്ടിലിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്നത് ഗുഡ്സ്, സർവീസസ്, ഐഡിയാസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം, ആ പ്രോഡക്റ്റിന്റെ സർവീസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ സേവനങ്ങൾ എന്തായിരിക്കണം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയ തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് എന്തായിരിക്കണം, ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഇന്റന്റ് ടു സാറ്റിസ്ഫൈ ആൻഡ് ഡിലൈറ്റ് ദ കസ്റ്റമർ. കസ്റ്റമറുടെ നീഡ് അല്ലെങ്കിൽ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ആ മാർക്കറ്റിംഗിൽ ഈ പറയുന്ന ഒരു കസ്റ്റമറുടെ നീഡ് അതുപോലെ തന്നെ വാണ്ടൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് അത് നമ്മൾ തയ്യാറാക്കുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ഡെലിവറിംഗ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എന്താണ് അവരുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 രൂപ കസ്റ്റമർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 രൂപയുടെ ബെനിഫിറ്റ് അതിന്റെ ഒരു വാല്യൂ ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് അവർക്ക് കിട്ടണം. അപ്പം ഈ പറയുന്ന മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഡെലിവറിംഗ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഫക്റ്റീവായ വാല്യൂ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാർക്കറ്റിംഗ് ഈസ് സറൗണ്ടഡ് ബൈ നീഡ്സ്. മാർക്കറ്റിംഗ് എപ്പോഴും നീഡ്സുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നു. കാരണം ഒരു കസ്റ്റമറിന് നീഡ് ഉണ്ടെങ്കിൽ, അതായത് കസ്റ്റമറിന് വാണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉള്ളൂ, അതല്ലെങ്കിൽ അത് ഇല്ല. അപ്പോൾ എപ്പോഴും മാർക്കറ്റിംഗ് എന്ന പ്രോസസ്സ് എപ്പോഴും ഹ്യൂമന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. ദെൻ മാർക്കറ്റിംഗ് ഈസ് എ ബിസിനസ് ആൻഡ് ബിസിനസ് ഈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ആണ്, അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗുമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ആണ്, മനസ്സിലായല്ലോ. ഇനി ബിസിനസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ബിസിനസ് എന്ന് പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും മാർക്കറ്റിംഗിന്റെ ഭാഗവുമാണ്. മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. നമ്മുടെ പഴയ കാലഘട്ടത്തിൽ പറയാം, മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ്. അത് ചിലപ്പോൾ ഗുഡ്സ് ആവാം,
സർവീസസ് ആവാം, ഐഡിയാസ് ആവാം, തോട്ട്സ് ആവാം. ഇതൊക്കെ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ സിംപ്ലി കോൾഡ് ആസ് എ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഐഡിയാസ് നമ്മൾക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. ചിലവർ അങ്ങനെ ചെയ്യും. ചിലവരുടെ കഴിവുകൾ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് മാത്രമല്ല മാർക്കറ്റിംഗ്. ഒരാളുടെ ചിന്ത വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, ഒരാളുടെ കഴിവുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ ശരിക്കും സാധാരണ രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന അത് പഴയ കാലഘട്ടത്തിലായിരുന്നു. മാർക്കറ്റിംഗ് ഒരുപാട് മാറി. അതിന്റെ ഈ പറയുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ പ്രവർത്തനവും മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ എല്ലാ പ്രവർത്തനവും മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. ഇപ്പൊ ഒരാൾ നന്നായിട്ട് പാട്ട് പാടുന്നു, അയാൾ ഒരു അവസരം കിട്ടുമ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്നു, ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണത്. അദ്ദേഹത്തിന്റെ കഴിവ് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. മനസ്സിലായല്ലോ? അപ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഒരു പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിനെയാണ് സാധാരണ രീതിയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ നാച്ചർ ഓർ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ്. എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അഡ്വാൻറ്റേജസ് മാർക്കറ്റിംഗ് ടു ദ സൊസൈറ്റി. ഒരു മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ട് സൊസൈറ്റിക്ക് എന്താണ് ഗുണം, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അഡ്വാൻറ്റേജ് ടു ദ സൊസൈറ്റി. മാർക്കറ്റിംഗ് കൊണ്ട് സൊസൈറ്റിക്ക് എന്താണ് അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുവാൻ പോകുന്നത്. പ്രൊവൈഡ് എംപ്ലോയ്മെന്റ്. നമുക്കറിയാം മാർക്കറ്റിംഗ് ഇഫക്റ്റീവ് ആണെങ്കിൽ അവിടെ ഒരുപാട് തരത്തിലുള്ള ജോലി സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി സാധ്യത, ഒരുപാട് പേരുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ഇഫക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ദ പേഴ്സൺസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ ലാർജ് നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് വർക്കിംഗ് ഇൻ ദ മാർക്കറ്റിംഗ് സെക്ഷൻ. അതുകൊണ്ട് മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് എ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ദെൻ റൈസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇങ്ങനെ ഒരു എംപ്ലോയീസിന്റെ ഇത്തരത്തിലുള്ള ഓരോ ആൾക്കും ഇത്തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ഫെസിലിറ്റി ലഭിക്കുമ്പോൾ അവരൊക്കെ അൾട്ടിമേറ്റ്ലി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് റൈസ് ചെയ്യും. സ്വാഭാവികം മാത്രമാണ്. അവരുടെ ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതുപോലെ തന്നെ അവരുടെ ചിന്തകളിലൂടെ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. അതുവഴി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിയേറ്റ് യൂട്ടിലിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റിംഗ് ക്രിയേറ്റ് പ്ലേസ്, ടൈം ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റീസ്. ദാറ്റ് മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ക്രിയേറ്റ് പ്ലേസ് യൂട്ടിലിറ്റി, സ്റ്റോറേജ് ക്രിയേറ്റ്സ് ടൈം യൂട്ടിലിറ്റി, എക്സ്ചേഞ്ച് ക്രിയേറ്റ് പൊസഷൻ യൂട്ടിലിറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാർക്കറ്റിംഗ് പ്രകാരം പറ്റുന്നുണ്ട്. റെഡ്യൂസസ് കോസ്റ്റ്. കാരണം ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ആൻഡ് ഒപ്റ്റിമം കൺസപ്ഷൻ ആണ്. കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അത് കൃത്യമായിട്ട് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ ദിസ് വിൽ റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Then that is why the customers get a quality product at a reasonable rate. Then solves social problems. Marketing creates a social awareness among the people. We watch a different advertisement related with family planning, ecological balance, pollution control, consumers health, morality of community. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് സോഷ്യലായ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് ഒക്കെ നമുക്ക് മാർക്കറ്റിംഗ് പ്രകാരം കിട്ടാറുണ്ട്. എങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തണം, ആ തരത്തിലുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റും ഒരുപാടുള്ള അവയർനെസ് പ്രോഗ്രാം ഒക്കെ ആ മാർക്കറ്റിംഗ് പ്രകാരം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ മാർക്കറ്റിംഗ് പ്രോസസ്സ് കൊണ്ട്, സൊസൈറ്റിയിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ അപ്പോൾ സോൾവ് ചെയ്യാൻ മാർക്കറ്റിംഗ് പ്രോസസ്സ് കൊണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മേക്സ് ലൈഫ് ഈസിയർ. ലൈഫ് കുറച്ചുകൂടി ഈസിയർ ആക്കാൻ വേണ്ടി മാർക്കറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യും, സഹായിക്കുന്നു. കാരണം മാർക്കറ്റിംഗ് മീറ്റ്സ് ചേഞ്ചിങ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് പീപ്പിൾ ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ഓഫ് ദെയർ ചോയ്സ് അറ്റ് കംഫർട്ടബിൾ പ്രൈസ് ആൻഡ് പ്ലേസ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏറ്റവും റീസണബിൾ പ്രൈസിൽ അവർക്ക് ഏറ്റവും നിയറസ്റ്റ് ആയ പ്ലേസിൽ അവർക്ക് ലഭ്യമാക്കുമ്പോൾ അവർ ലൈഫ് കുറച്ചും കൂടി ഈസിയർ ആകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എൻറിച്ചസ് ദ സൊസൈറ്റി. ഇതുവഴി സൊസൈറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട
കാര്യം. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ഷൻ ഒക്കെ അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ മാർക്കറ്റിംഗ് പ്രകാരം ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയെ എൻറിച്ച് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ടു ദ സൊസൈറ്റി ഓർ മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് കൊണ്ട് എന്തൊക്കെയാണ് സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ഒരു കമ്പനിക്ക് മാർക്കറ്റിംഗ് പ്രോസസ്സ്, ഒരു ഇഫക്റ്റീവായ മാർക്കറ്റിംഗ് പ്രോസസ്സ് ഉണ്ടായതുകൊണ്ട് എന്താണ് കമ്പനിക്ക് ഗുണം എന്നുള്ളത് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ. ഇഫക്റ്റീവായ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്, മാർക്കറ്റിംഗ് നേരുന്ന ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് മാത്രമല്ല, ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് മാർക്കറ്റിംഗ് പ്രോസസ്സാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ അത് ചിന്തിച്ച് ഏറ്റവും കൺസ്യൂമറുടെ അല്ലെ കസ്റ്റമറിന്റെ നീഡ് വാണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ഏറ്റവും ഇഫക്റ്റീവായി നമ്മൾ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ പ്രോഡക്റ്റിനെ നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് ഡെലിവറി ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രോസസ്സുകൾ, ഇത്തരം ഇന്റർ റിലേറ്റഡ് ആയ പ്രോസസ്സുകളൊക്കെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യും. മാർക്കറ്റിംഗ് ഈസ് ഓൺലി റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ഫോർ ദ ഓർഗനൈസേഷൻ. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രകാരം നല്ല സെയിൽസ് നടന്നാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് അല്ലെങ്കിൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. Then helps in planning and decision making. Marketing planning is integral part of overall business planning. It helps in formulating marketing strategy and decision. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇഫക്റ്റീവ് ആണെങ്കിൽ അവിടെ പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിലും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തൊക്കെ ഫോളോ ചെയ്യണം, എന്തൊക്കെ ഡിസിഷൻ എടുക്കണം, നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ പ്ലാൻ ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. Then helps in distribution. നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ആഫ്റ്റർ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ്, the firm has to decide to distribution channel. There are various alternatives available to മാർക്കറ്റിംഗ് പ്രകാരം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് തരത്തിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മളെ വെയർ ഹൗസിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇല്ലാത്ത, എപ്പോഴും പെട്ടെന്ന് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുകയും ചെയ്യും. Then helps in exchanging information. നമ്മുടെ ഐഡിയാസ്, തോട്ട്സ്, ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിംഗ് പ്രകാരം നമുക്ക് പറ്റും. അതിനെ നമുക്ക് സോഷ്യൽ അവയർനെസ്സും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ വേണ്ടി പറ്റും. Then helps adapt to changing environment. മോഡേൺ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മോഡേൺ ബിസിനസ് വേൾഡിൽ ഒരുപാട് ചേഞ്ചിങ് എൻവയോൺമെന്റ് ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടാകാൻ നമുക്ക് പറ്റുകയും ചെയ്യും. Marketing provides information to the management about the changes in the environment. എൻവയോൺമെന്റിൽ എന്താണ് നിരന്തരമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് എൻവയോൺമെന്റിൽ. അതെന്തൊക്കെയാണെന്ന് ഓരോ നിമിഷവും വാച്ച് ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്തിട്ട് അത് ബിസിനസ്സിനെ അറിയിക്കുകയും അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുവാനും ഓർഗനൈസേഷന് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ് എന്ന് നമുക്ക് പറയാം. ദെൻ എക്സ്പാൻഡ് ഗ്ലോബൽ പ്രസൻസ്. നമ്മൾ ഒരുപാട് കമ്പനീസ് ഉണ്ട്, നമ്മുടെ ഈ പറയുന്ന ഹോണ്ട, സോണി, ഒരുപാട് കമ്പനീസ്. അതൊക്കെ ഒരു ഗ്ലോബലി പ്രസൻസ്, നമുക്ക് ഒരു ഈ എൻ്റർ വേൾഡ് നമുക്കൊരു മാർക്കറ്റായിട്ട് നമുക്ക് എവിടെയും പ്രോഡക്റ്റ് വിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു പ്രസൻസ് കിട്ടാൻ മാർക്കറ്റിംഗ് പ്രകാരം നമുക്ക് പറ്റും. ദെൻ ഹെൽപ്സ് ടു ഏൺ ഗുഡ് വിൽ. ഇത് പ്രകാരം നമ്മുടെ ഗുഡ് വിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ്, advantages or importance to customers or consumers. ഇങ്ങനെ ഇഫക്റ്റീവായ മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോസസ്സ് എങ്ങനെ കൺസ്യൂമേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഒന്ന്, പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്. നല്ല ക്വാളിറ്റി ആയ പ്രോഡക്റ്റ് ആർക്ക് കിട്ടും, കൺസ്യൂമേഴ്സിന് അറ്റ് റീസണബിൾ പ്രൈസിൽ കിട്ടും. അതുപോലെ തന്നെ പ്രൊവൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാവും. കാരണം ഇവർ നിരന്തരമായിട്ട് മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ നീഡ് വാണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇംപ്രൂവ് നോളജ് ഓഫ് കൺസ്യൂമേഴ്സിന്റെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കൺസ്യൂമേഴ്സിന് നോളജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നല്ല നല്ല അഡ്വർടൈസ്മെന്റ്, സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, പ്രൊമോഷണൽ ആക്ടിവിറ്റി, ഇതൊക്കെ പ്രകാരം ആ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹെൽപ്സ് ഇൻ സെലക്ഷൻ, ഏത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ള ആ തീരുമാനം എടുക്കുന്നതിന് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൺസ്യൂമറിനെ സഹായിക്കും. ദെൻ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ടു ഇക്കണോമി. ഇക്കണോമിക്ക് എങ്ങനെയാണ് ഈ പറയുന്ന മാർക്കറ്റിംഗ് എന്ന പ്രോസസ്സ് അഡ്വാൻറ്റേജ് ആക്കുന്നത് നോക്കാം. ഒന്ന്, സേവ് ദ ഇക്കണോമി ഫ്രം ഡിപ്രഷൻ. ചില സാഹചര്യങ്ങളിൽ ഈ ഡിപ്രഷന്റെ സമയത്തൊക്കെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഒക്കെ ഈ ബയ്യറുടെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമി ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള സ്റ്റെപ്സുകൾ ഈ പറയുന്ന നമ്മുടെ മാർക്കറ്റിംഗ് പ്രകാരം നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില പ്രൊമോഷണൽ ടൂൾസ്, അതുപോലെ തന്നെ ന്യൂ മാർക്കറ്റ്, പുതിയ പുതിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക. അതുവഴിയൊക്കെ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും മാർക്കറ്റിംഗ് പ്രകാരം പറ്റും. ഇതിൽ ഇൻക്രീസ് നാഷണൽ ഇൻകം. ഈ പറയുന്ന ഇഫക്റ്റീവായിട്ട് നമ്മുടെ സ്കേഴ്സ് റിസോഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ ഇൻകം അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ഓരോ പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് ഓരോ വ്യക്തിയുടെയും ഇൻകം, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമാവും. ദെൻ ഇക്കണോമിക് ഗ്രോത്ത്. ഈ പറയുന്ന ഇക്കണോമിക് സിസ്റ്റം മൂവ്സ് ഫോർവേഡ് വിത്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ബൈ യൂസിങ് സ്കേഴ്സ് റിസോഴ്സ് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇക്കണോമിക്ക് നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഈ പറയുന്ന ഈ നമ്മുടെ കൊമോഡിറ്റീസ് ഒക്കെ ഇഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറുടെ നീഡൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ദെൻ പ്ലോയിങ് ബാക്ക് ഓഫ് റിസോഴ്സസ്, നമ്മുടെ റിസോഴ്സസ് ഒക്കെ നമുക്ക് ഒന്നുകൂടി ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുവഴി അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് ഗ്രോത്ത് സൈക്കിൾ, നമ്മുടെ കൺട്രിയുടെ ഗ്രോത്ത് സൈക്കിൾ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി പറ്റുകയും ചെയ്യും. ഇതൊക്കെയാണ് ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇഫക്റ്റീവായ പ്രോസസ്സ് കൊണ്ട് ഇക്കണോമിക്കുള്ള ഗുണം എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യൻ ഇക്കണോമിയെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് സ്വാധീനിക്കുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ തന്നെ എഴുതാം. ഇൻക്രീസിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇൻക്രീസിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇക്കണോമി, ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് എക്കണോമി, ഇൻക്രീസിംഗ് പെർ ക്യാപിറ്റൽ ഇൻകം, ഓരോ വ്യക്തിക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരുടെ ഓരോ വ്യക്തിയുടെയും പെർ ക്യാപിറ്റൽ ഇൻകം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻക്രീസിംഗ് സെയിൽ ഓഫ് ഗുഡ്സ്, പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് അനുസരിച്ച് നമ്മുടെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇൻക്രീസിംഗ് സെയിൽ ഓഫ് ഗുഡ്സിന്റെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഫക്റ്റീവായ മാർക്കറ്റിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പറ്റും. ഇൻക്രീസിംഗ് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാം. ഡെവലപ്മെന്റ് ഓഫ് ദ മീൻസ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന പ്രോസസ്സ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് പ്രകാരം പറ്റും. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ദ മീൻസ് ഓഫ് വെയർഹൗസിംഗ് ഫെസിലിറ്റി നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെവലപ്പിംഗ് ന്യൂ മീഡിയ ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, ന്യൂ അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെടുത്തിയ പുതിയ സാധ്യതകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സെയിൽസ് പ്രൊമോഷനുമായുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെവലപ്മെന്റ് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ബാങ്കിങ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തി അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ മീൻസ് ഓഫ് ഫിനാൻസിന്റെ പുതിയ സാധ്യതകളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ബിസിനസ്, ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അൾട്ടിമേറ്റ്ലി സൊസൈറ്റിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. അത് ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുകയും ചെയ്യും. ദെൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റേഷൻ ഉണ്ടാവാൻ പറ്റും. നമുക്ക് വ്യവസായവൽക്കരണം കൊണ്ടുവരാൻ പറ്റും. അതിൽ നല്ല നല്ല സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ അവൈലബിൾ ആയ റിസോഴ്സ് മാക്സിമം ആയിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിക്ക് എന്താണ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ കമ്പനിക്ക് എന്താണ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമറിന് എന്താണ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമിക്ക് എന്താണ് അഡ്വാൻറ്റേജ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്.
സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ് എന്നുള്ളതാണ്. പക്ഷെ വളരെ വ്യത്യാസം നിറഞ്ഞ രണ്ട് ടേമുകളാണ് സെല്ലിങ്ങും മാർക്കറ്റിംഗും. അപ്പോൾ ആ സെല്ലിംഗ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിംഗിന്റെ ഭാഗം മാത്രമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ മീനിങ് ഉള്ള ഒരു കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുവാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് മാർക്കറ്റിംഗ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ കസ്റ്റമറിന്റെ നീഡും ഈ വാണ്ടും ഒക്കെ നമ്മൾ നേരത്തെ അനലൈസ് ചെയ്യുകയാണ്. അപ്പോഴേ നമ്മൾ മാർക്കറ്റിംഗിന്റെ പ്രോസസ്സ് നടന്നു കഴിഞ്ഞു. പക്ഷെ സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ശേഷം വിൽക്കുന്ന മാത്രമാണ് സെല്ലിംഗ് എന്ന്. അപ്പോൾ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗം മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ രണ്ടും സെയിം ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്ക് വളരെ വിശദമായിട്ട് അതിന്റെ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിംപ്ലി ട്രാൻസ്ഫറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. ട്രാൻസ്ഫറിങ് ഗുഡ്സ് ആൻഡ് സാധനമോ അല്ലെ സേവനമോ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സിമ്പിൾ ആയിട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിൽ ഈ സെല്ലിംഗ് ഉൾപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി സെല്ലിംഗ് ബട്ട് ഓൾസോ അതർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് സെല്ലിംഗ് സച്ച് ആസ് അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്. അപ്പോൾ മാർക്കറ്റിംഗ് ഈ സെല്ലിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാർക്കറ്റിംഗിന്റെ ഭാഗം മാത്രമാണ്. അത് മാത്രമല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെല്ലിംഗുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. പക്ഷെ സെല്ലിംഗ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു സാധനം അല്ലെങ്കിൽ ഒരു സാധനമോ സേവനമോ എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഫോക്കസ് ഓൺ ദി നീഡ്സ് ഓഫ് സെല്ലർ. സെല്ലിംഗിൽ ഫോക്കസ് ചെയ്യുന്നത് സെല്ലറുടെ നീഡ്സ് ആണ്. മനസ്സിലായല്ലോ? സെല്ലിംഗ് ഫോക്കസ് ചെയ്യുന്നത് സെല്ലർ, വിൽക്കുന്ന ആളുടെ നീഡ്സ് ആണ് ഈ പറഞ്ഞ സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാർക്കറ്റിംഗ് ഇറ്റ് ഫോക്കസ് ഓൺ ദ നീഡ്സ് ഓഫ് ബയർ. ബയറുടെ നീഡ്സ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ സെല്ലിംഗ് എയിംസ് അറ്റ് മാക്സിമം സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. സെല്ലിംഗിൽ എയിം ചെയ്യുന്നത് മാക്സിമം സെയിൽ ഉണ്ടാക്കുക, അതുവഴി മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് പ്രകാരം എയിംസ് അറ്റ് ഏർണിംഗ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ. കസ്റ്റമറിൽ നിന്ന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ സെല്ലിംഗ് കൺസേൺഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഓൾറെഡി പ്രൊഡ്യൂസ്ഡ്. സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സിംപ്ലി കോൾഡ് ആസ് എ സെല്ലിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ സെയിൽസ് ഹാവ് ബീൻ ഇഫക്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ശേഷം ഓൾറെഡി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ശേഷം അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുമ്പേ എന്ത് തുടങ്ങുന്നുണ്ട്? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തുടങ്ങുന്നുണ്ട്. അത് സെയിൽസ് നടന്നു കഴിഞ്ഞാലും പിന്നീടും ആ മാർക്കറ്റിംഗ് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നില്ല. ദെൻ ഫിഫ്ത്ത് വൺ, എംഫസൈസസ് ഓൺ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമേഷൻ. സെല്ലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് സാധനം വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ആ ഒരു ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ലോങ് ടേം ഗോൾ ആണ്. അതായത് ഓർഗനൈസേഷന്റെ ഗ്രോത്ത്, എക്സ്പാൻഷൻ, ഈ പറയുന്ന സ്റ്റെബിലിറ്റി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ സെല്ലിംഗ് ആക്ടിവിറ്റി ദാറ്റ് കൺവേർട്ട് പ്രോഡക്റ്റ് ഇൻ ടു ക്യാഷ്. പ്രോഡക്റ്റ് ക്യാഷ് ആക്കി മാറ്റുക, നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്യാഷ് ആക്കി മാറ്റുക എന്നുള്ള ആക്ടിവിറ്റിയാണ് സെല്ലിംഗിൽ പ്രധാനമായും ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റിംഗിൽ അങ്ങനെയല്ല. ഫംഗ്ഷൻ ദാറ്റ് കൺവേർട്ട് ദ കൺസ്യൂമർ നീഡ്സ് ഇൻ ടു പ്രോഡക്റ്റ്. കൺസ്യൂമറിന്റെ നീഡ് എന്താണ് അത് പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. ദെൻ സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണ്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ആൻഡ് ദ എൻഡിംഗ് പോയിന്റ് ഈസ് ദ കസ്റ്റമർ. ഒരു പ്രോഡക്റ്റും ആ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു, ആ ഒരു പ്രോസസ്സുമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആണ്, ഓൾറെഡി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് കസ്റ്റമർ പോയിന്റിലേക്ക് എത്തിക്കുക, അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻഡിങ് പോയിന്റ്. അപ്പോൾ പ്രോഡക്റ്റും കസ്റ്റമറുമാണ് ആ രണ്ട് പോയിന്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, കസ്റ്റമർ എൻഡിങ് പോയിന്റുമാണ്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഓൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് വിത്ത് കസ്റ്റമർ ആൻഡ് എൻഡ് വിത്ത് കസ്റ്റമർ. എല്ലാ ആക്ടിവിറ്റിയും മാർക്കറ്റിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമറിലൂടെയാണ്, എൻഡ് ചെയ്യുന്നതും കസ്റ്റമറിലൂടെയാണ്. മറ്റൊരുത്താണെങ്കിൽ പ്രോഡക്റ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യും, കസ്റ്റമറിലൂടെ എൻഡ് ചെയ്യും. ഇവിടെയാണെങ്കിൽ കസ്റ്റമറിലൂടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം കസ്റ്റമറിന്റെ നീഡ്, വാഡ്, ഇതെന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ്. അപ്പൊ കസ്റ്റമറിലൂടെയാണ് പ്രോഡക്റ്റിന്റെ ഈ പറഞ്ഞ മാർക്കറ്റിംഗിന്റെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നതും കസ്റ്റമറിലൂടെ തന്നെയാണ്. ഇത്രയുമാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്.
ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിന്റെ കുറച്ച് പ്രശസ്തമായ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് മാർക്കറ്റ്, എന്താണ് മാർക്കറ്റിംഗ്, അതിന്റെ നാച്ചർ, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അത് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന് താഴെ, വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.